Hi students, welcome back to our biology class. Today we are going to study the new topic, that is the changes at puberty. Okay. Standard 8 Biology, Chapter 10, Reaching the Age of Adolescence. Okay. Today we are going to discuss about the remaining part of Chapter 10, that is change in body shape, voice change, increased activity of sweat and sebaceous glands, and development of sex organs, mental, intellectual and emotional maturity. Okay. The previous class we are already studying about increase in height. Okay. Changes at puberty, there is increase in height. Okay. And the next topic is change in body shape. Okay. So let us learn them in detail. Change in body shape. Have you noticed that boys in your class have broader shoulders and wider chest than boys in junior class? അതായത് ഈ അഡോളസൻസ് ഏജിലുള്ള ബോയ്സിൽ ഉണ്ടാകുന്ന അവരുടെ ബോഡിയിലുണ്ടാകുന്ന ബോഡി ഷേപ്പിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദേ ഹാവ് എൻറ്റേർഡ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി when shoulders generally broaden as a result of growth. In girls, the region below the waist become wider. അതായത് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? യൗവനം ആരംഭിക്കുന്ന ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലുള്ള ബോയ്സിൽ അവരുടെ ഷോൾഡേഴ്സ് ബ്രോഡൻ, അതായത് ഷോൾഡേഴ്സൊക്കെ നല്ല ചെസ്റ്റിനുമൊക്കെ നല്ല വിരിവൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവർ ആ പ്യൂബർട്ടി സ്റ്റേജിലുണ്ടാകുന്ന ആ ഒരു ഗ്രോത്ത്, അവരിലുണ്ടാകുന്ന ആ വളർച്ച ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. ഇൻ ഗേൾസ് ദ റീജിയൻ ബിലോ ദ വേസ്റ്റ് ബിക്കം വൈഡർ. ഓക്കെ. ഇൻ ബോയ്സ് ദ മസിൽസ് ഓഫ് ദ ബോഡി ഗ്രോ മോർ പ്രോമിനൻ്റ്ലി ദാൻ ഇൻ ദ ഗേൾസ്. അതായത് ബോയ്സിൽ അവരുടെ മസിൽസിനൊക്കെ വളർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗേൾസിനെ അപേക്ഷിച്ച്. ദസ് ചേഞ്ചസ് ഒക്കറിങ് ഇൻ അഡോളസെന്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഡിഫറെൻറ്റ്. അഡോളസെന്റ് ബോയ്സിലും ഗേൾസിലും ചേഞ്ചസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ വോയിസ് ചേഞ്ച്. ഡിഡ് യു നോട്ടീസ് ദാറ്റ് സംടൈംസ് ദ വോയിസ് ഓഫ് സം ഓഫ് ദ ബോയ്സ് ഇൻ യുവർ ക്ലാസ് ക്രാക്സ്? അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബോയ്സിൻ്റെയൊക്കെ സൗണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ സൗണ്ടിനൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അറ്റ് പ്യൂബർട്ടി ദ വോയിസ് ബോക്സ് ഓർ ദ ലാരിങ്സ് ബിഗിൻസ് ടു ഗ്രോ. അതായത് അവരുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിങ്സ് അത് വളരുന്ന ഒരു സമയമാണ്. ബോയ്സ് ഡെവലപ്പ് ലാർജർ വോയിസ് ബോക്സസ്. The growing voice boxes in boys can be seen as a protruding part of the throat. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഈ ബോയ്സിൽ അവരുടെ ത്രോട്ടിൻ്റെ ഒരു ഭാഗം എന്താണ്, നമ്മൾ പ്രൊട്രൂഡിങ് പാർട്ട് ഓഫ് ദ ത്രോട്ട്, അതാണ് ലാരിങ്സ് ആണ് കാണപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് ആദംസ് ആപ്പിൾ. ഓക്കെ. Can you see this? Adam's apple in a grown-up boy. Okay. Figure 10.2. Okay. In the girls, the larynx is hardly visible from the outside because of its small size. Generally, girls have high-pitched voice, whereas boys have deep voice. ഓക്കെ. അതായത് ഗേൾസിൽ എങ്ങനെയായിരിക്കും? ഗേൾസിൽ അവരുടെ ലാരിങ്സ് എന്ന് പറയുന്നത് ഹാർഡ്ലി വിസിബിൾ ആയിരിക്കും. എന്ന് പറയാൻ നമുക്ക് കാണാൻ പറ്റത്തില്ല ബോയ്സിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ
in the girls, the larynx is hardly visible from the outside because of its small size. Okay. Whereas boys have deep voice, the adolescent boys, sometimes the muscles of the growing voice box go out of the control and the voice becomes hoarse. Okay. This state may remain for a few days or weeks, after which the voice becomes normal. അതായത് അവരിൽ വോയിസ് ചേഞ്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് അത് നോർമലായിട്ടങ്ങ് മാറും. കാരണം എന്താണ്, ഈ അഡോളസൻറ്റ് സ്റ്റേജിൽ ബോയ്സിൽ voice box or larynx begin to grow. So the boys develop larger voice boxes. So the growing voice box in boys can be seen as a protruding part of the throat and it is called Adam's apple. അതുകൊണ്ടാണ് ഈ ഗേൾസിനെ അപേക്ഷിച്ച് ബോയ്സിൻ്റെ സൗണ്ടിൽ വളരെയധികം വ്യത്യാസം തോന്നുന്നത്. ഓക്കെ. Next is increased activity of sweat and sebaceous glands. During puberty, the secretion of sweat glands and sebaceous glands എന്ന് പറഞ്ഞാൽ ഓയിൽ ഗ്ലാൻസിനാണ് സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർപ്പ് ഗ്രന്ഥികൾ. ഓക്കെ. A few glands such as sweat glands, oil glands and salivary glands release their secretions through ducts. Endocrine glands release hormones directly into the bloodstream, so they are also termed as ductless glands. അതായത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ എന്തുകൊണ്ടാണ് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്? ബിക്കോസ് endocrine glands release hormones directly into the bloodstream. Endocrine glands ഹോർമോൺസിനെ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മെനി യങ് പീപ്പിൾ get pimples on the face at this time because of the increased activity of these glands in the skin. അതായത് നിങ്ങൾക്കറിയാം, ഈ അഡോളസൻറ്റ് സ്റ്റേജിലുള്ള കുട്ടികളിൽ അവരുടെ ഫേസിൽ ഒരുപാട് കുരുക്കളൊക്കെ കാണും, പിമ്പിൾസ് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓയിൽ ഗ്ലാൻസ് അതുപോലെ സ്വെറ്റ് ഗ്ലാൻസിൻ്റെയൊക്കെ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി മൂലമാണ് ഇവരിൽ ഈ പിമ്പിൾസൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്. നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. At puberty, the male sex organs like the testis and penis develop completely. അതായത് അഡോളസൻറ്റ് സ്റ്റേജിലാണ് മെയിൽ സെക്സ് ഓർഗൻസായ ടെസ്റ്റിസ്, മെയിൽ സെക്സ് ഓർഗൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. മെയിൽ സെക്സ് ഓർഗൻസായ ടെസ്റ്റിസ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ അഡോളസൻറ്റ് സ്റ്റേജിലാണ്, അല്ലെ പ്യൂബർട്ടിയിലാണ്. The testis also began to produce sperms. ഈ ടെസ്റ്റിസ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയമാണ് ഈ അഡോളസൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇൻ ഗേൾസ് ദ ഓവറീസ് എൻലാർജ് ആൻഡ് എഗ്സ് ബിഗാൻ ടു മെച്ചുർ. ഓൾസോ ഓവറീസ് സ്റ്റാർട്ട് റിലീസിങ് മെച്ചുർ എഗ്സ്. ഗേൾസിൽ അവരുടെ ഓവറീസ് എൻലാർജ് ചെയ്യുകയും അങ്ങനെ എഗ്ഗ് റിലീസ് ചെയ്യുക, ഓവറീസിൽ നിന്ന് മെച്ചുർ എഗ്ഗ് റിലീസ് ചെയ്യുന്ന ആ ഒരു സമയവും കൂടിയാണ് ഗേൾസിൽ ഈ അഡോളസൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ബോയ്സിൽ അവരുടെ ടെസ്റ്റിസ്, മെയിൽ സെക്സ് ഓർഗൻസ് ആയ ടെസ്റ്റിസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയും അങ്ങനെ സ്പേംസിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് ഈസ് റീച്ചിങ് മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ഓക്കെ. Adolescence is also a period of change in a person's way of thinking. Adolescence period എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു വ്യത്യാസം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ തിങ്കിങ് ലെവലിലൊക്കെ വ്യത്യാസം വരുന്ന ഒരു പീരീഡാണ് ഈ അഡോളസൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അഡോളസൻസ് ആർ മോർ ഇൻഡിപെൻഡൻറ്റ് ദാൻ ബിഫോർ ആൻഡ് ആർ ഓൾസോ സെൽഫ് കോൺഷ്യസ്. അതായത് അഡോളസൻറ്റ് സ്റ്റേജിലുള്ള
കുട്ടികൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ, അവർ ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ആൻഡ് ദേ ടെൻഡ് ടു സ്പെൻഡ് കൺസിഡറബിൾ ടൈം തിങ്കിങ്. അതായത് അവർ കൂടുതൽ സമയവും എന്തിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്? തിങ്കിങ്ങിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ എന്താണ് അവരുടെ ചിന്തകൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇൻഫാക്ട് ഇറ്റ് ഈസ് ഓഫൺ ദ ടൈം ഇൻ വൺസ് ലൈഫ് വെൻ ദ ബ്രെയിൻ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഫോർ ലേണിംഗ്. അതായത് നമ്മുടെ ബ്രെയിനിന് ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്ന ആ ഒരു പീരീഡും കൂടിയാണ് ഈ അഡോളസെൻ്റ് ടൈം എന്ന് പറഞ്ഞാൽ. സംടൈംസ് ഹൗവർ ആൻ അഡോളസെൻ്റ് മേ ഫീൽ ഇൻസെക്യൂർ while trying to adjust to the changes in the body and mind. ഈ അഡോളസെൻ്റ് പീരീഡിൽ അവരുടെ ഈ ബോഡി ചേഞ്ചസിനെയൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകും. ബട്ട് ആസ് അഡോളസെൻ്റ് ലേണേഴ്സ് യു ഷുഡ് നോ ദാറ്റ് ദർ ഇസ് നോ റീസൺ ടു ഫീൽ ഇൻസെക്യൂർ. പക്ഷേ ഈ അഡോളസെൻ്റ് സ്റ്റേജിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ദീസ് ചേഞ്ചസ് ആർ എ നാച്ചുറൽ പാർട്ട് ഓഫ് ഗ്രോയിങ് അപ്പ്. ഇതെല്ലാം നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ ഈ അഡോളസെൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കിന് മനസ്സിലാകും. ഓക്കെ, so these are all today's topic. Let us recall once again what are the changes at puberty. Increase in height, change in body shape, voice change, increased activity of sweat and sebaceous glands, development of sex organs, mental, intellectual and emotional maturity. Okay, these are the changes at puberty. So you study well. We will meet in the next class. Thank you.